ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഗിറ്റില് ഒരു ബ്രാഞ്ച് പ്രൊട്ടക്റ്റഡ് ബ്രാഞ്ചാക്കി മാറ്റാൻ പറ്റുന്നത്. അപ്പൊ എന്താണ് പ്രൊട്ടക്റ്റഡ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ബ്രാഞ്ച് തന്നെയാണ്. പക്ഷെ നിങ്ങൾ കുറച്ച് റൂൾസ് ആ ബ്രാഞ്ചിന് സെറ്റ് ചെയ്യും. അതിനാണ് പ്രൊട്ടക്റ്റഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പം അത് അങ്ങനെ ഒരു ബ്രാഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഗിറ്റബിൽ പോവുക. എന്നിട്ട് നിങ്ങളുടെ സെറ്റിങ്സിൽ പോവുക. റെപ്പോസിറ്ററി എടുത്തതിന് ശേഷം എന്നിട്ട് ഇവിടെ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യുക. ബ്രാഞ്ചസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടും, ബ്രാഞ്ച് പ്രൊട്ടക്ഷൻ റൂൾസ്. ഇതിൽ ആഡ് ക്ലാസിക് ബ്രാഞ്ച് പ്രൊട്ടക്ഷൻ റൂള് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബ്രാഞ്ച് നെയിം പാറ്റേൺ ചോദിക്കും. അവിടെ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച് ആണോ പ്രൊട്ടക്റ്റഡ് ആക്കേണ്ടത് ആ ബ്രാഞ്ചിന്റെ നെയിം കൊടുക്കുക. ഇപ്പൊ എനിക്ക് ഈ ഒരു റെപ്പോസിറ്ററിയിൽ എനിക്ക് 2 ബ്രാഞ്ച് ഉണ്ട് ഓൾറെഡി, മെയിനും മാസ്റ്ററും. അപ്പൊ ഞാൻ മാസ്റ്റർ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രൊട്ടക്റ്റഡ് ആക്കാൻ പോകുന്നത്. എന്നിട്ട് എന്തൊക്കെ റൂൾസ് ആണ് അതിന് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതെന്ന് ഇതെന്ന് പറഞ്ഞാൽ റിക്വയർ എ പുൾ റിക്വസ്റ്റ് ബിഫോർ മെർജിങ്. അതായത് ഏതെങ്കിലും ഒരു കമ്മിറ്റ് നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിലേക്ക് മെർജ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു യൂസർ ഒരു PR ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ മെർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരുപാട് റെസ്ട്രിക്ഷൻസും റൂൾസും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ബ്രാഞ്ചിനെ പ്രൊട്ടക്റ്റഡ് ആക്കുക. അപ്പോൾ വേണ്ടതെല്ലാം ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ പോയിട്ട് ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ബ്രാഞ്ച് ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വരും. ഈ നമ്മളുടെ നോർമൽ വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡിപ്ലോയ് ചെയ്യുന്ന ടൈമിൽ ചില ഡിപ്ലോയ്മെന്റ് ടൂളിൽ ഇത് ആവശ്യമായിട്ട് വരും. അതായത് ആ പർട്ടിക്കുലർ ബ്രാഞ്ച് ഡിപ്ലോയ് ചെയ്യുന്ന ബ്രാഞ്ച് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നുള്ളത്. അപ്പം അതൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഇനിയും വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ